ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്രിൻഷാസ് വേൾഡ്. ഇത് നമ്മളുടെ മീനൂസിൻ്റെ ഗുലാബിയുടെ ലുക്കാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ആസ് യൂഷ്വൽ മേക്കപ്പ് ഞാൻ തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ. കാരണം എൻ്റെ വോയിസ് കുറച്ച് പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും സൗണ്ട് കൊടുക്കാനും ഒന്നും പറ്റിയില്ല. ഇപ്പോഴും സൗണ്ടൊന്നും അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല കേട്ടോ. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഓക്കെ. അപ്പം നമ്മളുടെ ബ്രൈഡ് ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നീനു മോൾക്ക് മുടി ബാക്കിലേക്ക് ഹെയർ സ്റ്റൈൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പിന്നെ ബാക്കിലത്തെ ഹെയർ ഫുള്ള് അഴിച്ചിട്ടിട്ട് നന്നായി ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുത്തു. പിന്നെ വെഡ്ഡിങ് ലുക്ക് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. രണ്ടും ഡിഫറെൻറ്റ് ലുക്ക് വേണമെന്ന് തന്നെയായിരുന്നു നമ്മളും ഉദ്ദേശിച്ചിരുന്നത്. നീനുൻ്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. അപ്പോൾ ശരിക്കും അതുപോലെ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു രണ്ട് ലുക്കും. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റൂമിൽ എൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത വർക്കുകളുടെ ഫോട്ടോസൊക്കെ അവർ കണ്ടിട്ടുണ്ടെങ്കിലും ലൈവായിട്ട് എൻ്റെ വർക്ക് കാണുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഇതാ നീനുമോള് താഴത്തേക്ക് വരികയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എല്ലാവരും എന്താണ് അഭിപ്രായം പറയാമെന്നുള്ളത്. അൽഹംദുലില്ലാ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ നല്ല ഹാപ്പിയായി. ഇതെൻ്റെ ഉമ്മച്ചിയാണ് കേട്ടോ. മാമയും അമ്മായിയും പിന്നെ നമ്മളെല്ലാവരും കൂടെ ദാ നീനുമോളെ സ്റ്റേജിലേക്ക് കൈകൊട്ടും പാട്ടൊക്കെ ആയിട്ട് കൊണ്ടുപോകുകയാണ്. പക്ഷേ നല്ല അടിപൊളി പാട്ടൊക്കെയാണ്. പാട്ട് ഇതിലിടാൻ പറ്റില്ലല്ലോ, അപ്പോൾ കോപ്പിറൈറ്റ് വരില്ലേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ശബ്ദം കേട്ടാൽ മതി കേട്ടോ. നമ്മൾ ആദ്യം രംഗോലി നൈറ്റൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ നമ്മളത് ഗുലാബിയുടെ ആക്കി. ഗുലാബിയുടെ ആവുമ്പോൾ റെഡ് മതിയല്ലോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും എന്തായാലും റെഡ് ഉണ്ടായിരിക്കും എന്നൊരു പ്രതീക്ഷ. രംഗോലി നൈറ്റ് ആവുമ്പോൾ ആ രംഗോലി നൈറ്റ് അതിൻ്റെ ഷോൾ ഉണ്ടല്ലോ, അതെല്ലാവരും വാങ്ങണം. അപ്പം ഇനി നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. നീനുൻ്റെ നിക്കാഹ് ഒക്ടോബർ 2023 അതിൻ്റെ നിക്കാഹിൻ്റെ തലേ ദിവസമായിരുന്നു നമ്മൾ ഹൽദി ആഘോഷിച്ചത്. ഹൽദി കുറച്ച് ഗ്രാൻഡ് ഫങ്ഷനായിരുന്നു. കാരണം നമ്മൾ നിക്കാഹിന് ക്ഷണിച്ച ഭൂരിഭാഗം പേരും അന്ന് തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഗുലാബിയുടെ ഫാമിലിക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു ഫംഗ്ഷനാക്കി മാറ്റി. ഫാമിലി എന്ന് പറയുമ്പോൾ നീനുൻ്റെ വാപ്പാടെയും ഉമ്മാടെയും ഫാമിലിയും പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും റിലേറ്റീവ്സും നെയ്ബേഴ്സും ഉണ്ട് കേട്ടോ. എന്തായാലും ഗുലാബിയുടെ നമ്മളെല്ലാവരും തകർത്ത് അടിപൊളിയാക്കി. എങ്ങനെ ആയാലും നമ്മൾ കസിൻസ് എല്ലാവരും കൂടാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പ്രത്യേക വൈബാണല്ലേ. പണ്ടൊക്കെ ഈ കൂട്ടുകുടുംബമൊക്കെ കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിലുണ്ടാവും. ഇന്നെന്നൊക്കെ പറയുന്നത് ഇതുപോലെ നമ്മളുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരണം, എല്ലാവരും കൂടെ ഒന്ന് കൂടണം എന്നുണ്ടെങ്കിൽ. പണ്ടത്തെ പോലൊന്നല്ലല്ലോ ഇപ്പോൾ. എല്ലാവരും പഠിപ്പായാലും ജോലി ആയാലും ഒക്കെ ഓരോരോ രാജ്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ എല്ലാവരും ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയെങ്കിലും ലീവൊക്കെ എടുത്ത് എത്താൻ നോക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നീനുൻ്റെ ഗുലാബിയുടെ റോസാപ്പൂ പോലെ തന്നെ വളരെ മനോഹരമാക്കി ഗൈസ്. അപ്പോൾ നീനുൻ്റെ വീട്ടിൽ നിന്ന് അതായത് അൻസാരിയുടെ വീട്ടിൽ നിന്ന് ഡ്രസ്സും കൊണ്ട് രാവിലെ തന്നെ വന്ന കാരണം ഇതിൽ നിങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റില്ല. കാരണം അവർ വരുന്ന ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, എനിക്കതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റില്ല. പിന്നെ നമ്മളുടെ വീട്ടിലെ കാരണന്മാരൊക്കെ ഉണ്ടല്ലോ, മൂത്തുമ്മ മൂത്താപ്പ മാമന്മാർ ഒക്കെ, അവർക്കൊന്നും ഈ പാട്ടിൻ്റെയും ബഹളത്തിൻ്റെ ശബ്ദമൊന്നും പറ്റാണ്ട് എല്ലാവരും അകത്തിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കുന്നതും കുറേ നാളുകളായി ഇങ്ങനെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ അതും കൂടി വീഡിയോയിലൊന്നും എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ കസിൻസ് ലേറ്റായി വന്നവരൊക്കെ മൈലാഞ്ചി ഇടൽ നടത്തുന്നുണ്ട്. നമ്മൾ 2 ദിവസമായി മൈലാഞ്ചി ഇടലൊക്കെ തുടങ്ങിയിട്ട്. പിന്നെ കുട്ടികളവിടെ പാട്ട് പാടുന്നു ഡാൻസ് ആടുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് എൻ്റെ വോയിസ് കൊടുക്കുന്നത്. കാരണം പാട്ട് പാടിയതൊക്കെ കരയൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് അതിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും, എനിക്ക് പണി കിട്ടും ഗൈസ്. ഞങ്ങൾ ലേഡീസ് എല്ലാവരും പരമാവധി റെഡ് തന്നെയായിരുന്നു. ബോയ്സിൽ കുറച്ച് പേര് റെഡ് ആയിരുന്നില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ നിർബന്ധമൊന്നും പറഞ്ഞിരുന്നില്ല.
എന്തായാലും ഭംഗിയായിട്ടില്ല ഗൈസ്. പിന്നെ സ്റ്റേജൊക്കെ നമ്മളെ ചെറിയ മിനുക്കുപണികൾ തന്നെയാണ് കേട്ടോ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളുടെ ഗ്രൂപ്പ് ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇവിടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാവരും. അപ്പം പിന്നെ നമ്മൾ അതൊക്കെ പറഞ്ഞു. വർത്താനൊക്കെ പറഞ്ഞോ വീഡിയോ? ഡാൻസിന് ശേഷം നമ്മൾ അന്താക്ഷരി കളിച്ചു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെ കൊണ്ടും നീനുവിനെ വിഷ് ചെയ്യിപ്പിച്ചു. പുന്നാര പൂമുത്തെ പുന്നല്ലിൻ പൂങ്കരളെ ഒന്നുവാ അത് ഫിനിഷ് ചെയ്തേ കുറിയെടുക്കുമ്പോ ചാ 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 ചാത്തി വരുന്നവളെ പുലരി പെണ്ണെ നിന്നെ കാണാൻ പൂതി
പെരുകണ മനസ്സിലെ മനസ്സിന്റെ പൂവിനുണർന്നവനെ പാടുന്നില്ലേ വീണമീത്തോകില്ലേ നിന്റെ വേദനയെന്നു 2024 ഹലോ വഫാനസ്രീൻ നാളെ വിവാഹിതയാവുകയാണ്. അതെ വഫാനസ്രീന് എല്ലാവിധ വിവാഹാശംസകൾ. പിന്നെ അതിൻ്റെ കൂടെ ജൂലൈ 14 നമ്മളെ ഒരു ഫാമിലി ഗെറ്റുഗതർ. സ്ഥലം ഗ്രേസ് ഇന്റർനാഷണൽ. ഓക്കെ നമ്മുടെ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് ചേക്കേറുന്ന വഫാനസിന് എന്റെ എല്ലാവിധ ആശംസകളും ആശീർവാദങ്ങളും. 30 കൊല്ലം നഷ്ടപ്പെട്ട ചുപ്പൂരും കുഞ്ഞുപ്പാക്കും ഇനി വന്ന ഹണിമൂൺ അത് പൊളിച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഗുലാബിയുടെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.